വെൽക്കം ടു ലീൻ കോട്ടൺ ബാഗ്സ്. ഏറ്റവും ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു ബിസിനസ് എങ്ങനെ തുടങ്ങാം, അത് എങ്ങനെ നമുക്ക് ഒരു വരുമാന മാർഗമാക്കി മാറ്റാം, അല്ലെങ്കിൽ അധിക വരുമാന മാർഗമാക്കി മാറ്റാം എന്നതാണ് നമ്മുടെ വീഡിയോ വഴി നമ്മൾ സംസാരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം എനിക്ക് തോന്നുന്നു 6-7ഓളം കോളുകൾ എനിക്ക് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. കാരണം ഓരോരുത്തരും അവരുടെ ജീവിത സാഹചര്യം പറയുകയും അവർക്ക് അതിൽ നിന്ന് എങ്ങനെയാണ് കരകയറാൻ സാധിക്കുന്നത്, അതിനെങ്ങനെയാണ് എന്ത് ചെയ്താലാണ്, എന്ത് ബിസിനസ് ചെയ്താലാണ് ഇതിനൊരു പോം വഴി എന്ന നിലയിൽ ഒരുപാട് ആൾക്കാർ എനിക്ക് വിളിക്കുന്നുണ്ട്. ഇവരോടെല്ലാം സമയബന്ധിതമായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട്. പകൽ സമയങ്ങളിൽ എനിക്ക് സംസാരിക്കാൻ സാധിക്കാതെ വരുമ്പോൾ ഞാനത് രാത്രിയിൽ തന്നെ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അവരെ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരാനുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. ഓൾറെഡി ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നവരുണ്ട്. അവരവരുടേതായ ഐഡിയ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ബിസിനസ്സിൻ്റെ സാമ്പിളുകൾ നമുക്ക് അയച്ചു തരാറുണ്ട്. അങ്ങനെ വന്നിരിക്കുന്ന ഒരു സാമ്പിളാണിത്. ഈ സാമ്പിള് നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ സത്യത്തിൽ ഇങ്ങനെയും ഒരു ബിസിനസ് ചെയ്യാൻ സാധിക്കുമോ എന്നൊരു അത്ഭുതം നിങ്ങൾക്ക് തോന്നും. നമ്മൾ തുടർച്ചയായിട്ടുള്ള വീഡിയോസുകൾ വഴിയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും നമ്മൾ പറയുന്നത്. ഈ അത്ഭുതമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ അടുത്ത ദിവസം ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് വീഡിയോസുകൾ നിങ്ങൾക്ക് കാണുകയും അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പ്രചോദനം ഉണ്ടായി നിങ്ങളൊരു ബിസിനസ്സിലേക്ക് വരികയും ചെയ്യും എന്നുള്ളതാണ് സത്യം. എനിക്ക് തോന്നുന്നു യൂട്യൂബ് ചാനലിൽ ഇങ്ങനെയുള്ള നിങ്ങളെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങിയിരിക്കുന്ന, നിങ്ങളൊരു ആഗ്രഹത്തോടെ തുടങ്ങിയിരിക്കുന്ന ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ഉള്ള ഒരു ചാനൽ ആദ്യമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറെ സമീപിക്കുമ്പോൾ അവർ വലിയൊരു തുകയാണ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങിയിരിക്കുന്ന ബിസിനസ്സുകളൊന്നും അങ്ങനെ ഒരു വലിയ തുക കൊടുത്ത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറെ സമീപിക്കാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ നമ്മുടെ ചാനലിൽ നിങ്ങളുണ്ടാക്കുന്ന എന്ത് പ്രോഡക്റ്റും ഗുണമേന്മയുള്ളതാണെങ്കിൽ അത് നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയും അതിനെക്കുറിച്ച് കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മൾ എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു 10 പൈസ പോലും നമ്മൾ മേടിക്കുന്നില്ല. നിങ്ങളെ ഒരു ബിസിനസ്സുകാരനോ ബിസിനസ്സുകാരിയോ ആക്കി മാറ്റുക. അതുവഴി നമ്മുടെ ആപ്ലിക്കേഷനിലൂടെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് അത് വാങ്ങാൻ സാധിക്കുക. വാങ്ങുന്നത് വഴി അവർക്കൊരു ചെറിയ ഇൻകം ജനറേറ്റ് ചെയ്യിപ്പിക്കുക. ആ ജനറേറ്റ് ചെയ്യുന്ന ഇൻകത്തെ മൾട്ടിപ്പിൾ ചെയ്ത് അവർക്ക് ദിവസം ഒരു വരുമാന മാർഗത്തിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നൊരു ഉദ്ദേശ ലക്ഷ്യമാണ് സത്യത്തിൽ നമ്മുടെ ചാനലിനും നമ്മുടെ ആപ്ലിക്കേഷനും നമ്മുടെ കമ്മ്യൂണിറ്റിക്കും ഉള്ളത്. അതുപോലെ ഒരു പ്രോഡക്റ്റാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇത് മുമ്പ് പരിചയപ്പെടുത്തിയിട്ടൊരു പ്രോഡക്റ്റാണ്. ആ പ്രോഡക്റ്റാണ് ഇത് തന്നെയാണ്. ആ പ്രോഡക്റ്റ് ബ്ലിസ് എന്ന് പറയുന്ന ഒരു മസാലയാണിത്. ഇത് ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഏറ്റവും ഗുണമേന്മയുള്ളതും രുചികരവുമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിലൂടെ നിങ്ങൾക്കൊരു പ്രചോദനം ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. സത്യത്തിൽ ഒരു മസാല ഗ്രേവിയാണ്. ചിക്കൻ ഫ്രൈ, ചിക്കൻ അൽഫാം, ഫിഷ് അൽഫാം, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. സത്യത്തിൽ ഒരു മൾട്ടിപർപ്പസ് ഗ്രേവിയാണ്, മൾട്ടിപർപ്പസ് മസാലയാണിത്. ചിക്കൻ അൽഫാം, ചിക്കൻ ഫ്രൈ, ഫിഷ് അൽഫാം ഒക്കെ ഇത് നമുക്ക് നിർമ്മിക്കുവാൻ സാധിക്കും. ലിസ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. ഇത് വാങ്ങുമ്പോൾ നിങ്ങൾക്കും ഇതിൻ്റെ ലാഭവിഹിതം നിങ്ങൾക്ക് വാലറ്റിൽ കാണുവാൻ സാധിക്കും. മറ്റൊരു കാര്യം പറയാം, നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നവർ നിങ്ങളുടെ വാലറ്റ് ശ്രദ്ധിക്കുക. വാലറ്റ് ശ്രദ്ധിക്കുമ്പോൾ അതിനകത്ത് 50 പോയിന്റ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. 50 പോയിന്റ് എന്ന് പറഞ്ഞാൽ 50 രൂപയാണത്. അതിനെ ഇതുപോലുള്ള പ്രോഡക്റ്റുകൾ, അതായത് നമ്മുടെ ആപ്ലിക്കേഷനിലുള്ള നമ്മുടെ സഹോദരങ്ങൾ നിർമ്മിക്കുന്ന, നമ്മുടെ അമ്മമാർ നിർമ്മിക്കുന്ന പ്രോഡക്റ്റുകൾ വാങ്ങുന്നത് വഴി ആ 50 രൂപയെ വർദ്ധിപ്പിച്ചുകൊണ്ട് സ്ഥിരമായ ഒരു വരുമാന മാർഗത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്കും പല ഐഡിയാസുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ പാക്കിങ് സ്റ്റാൻഡപ്പ് പൗച്ച് പാക്കിംഗ് ആണ്. ഇത് ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പം ഇങ്ങനെയുള്ള ഗ്രേവികൾ നിർമ്മിക്കുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിന് കുറച്ചുകൂടി സൗകര്യപ്രദമാകുന്ന രീതിയിൽ ആ പാക്കിങ്ങിനെ മാറ്റുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്കിത് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും.
അതിന് നമുക്ക് ഈ സ്റ്റാൻഡപ്പ് പൗച്ചിൽ തന്നെ നമുക്കൊരു ക്യാപ്പ് വെച്ചിരിക്കുന്ന സ്റ്റാൻഡപ്പ് പൗച്ചുകൾ കിട്ടും. ഏകദേശം ഒരു 3 രൂപ 50 പൈസ 4 രൂപ ഈ പൗച്ചിൻ്റെ വലിപ്പത്തിനനുസരിച്ച് 10 രൂപയ്ക്കുള്ളിൽ ഇത് നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിലാണ് തുടങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ നിങ്ങൾക്ക് ഒരു 10 പീസ് 20 പീസൊക്കെ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നിങ്ങൾക്കത് പർച്ചേസ് ചെയ്ത് പാക്ക് ചെയ്ത് മാർക്കറ്റിൽ ഇറക്കാം. ഇതിന് നമുക്ക് FFC രജിസ്ട്രേഷൻ വേണ്ടി ലീഗൽ മെട്രോളജി ലൈസൻസിൻ്റെ മതി ഒക്കെ നമുക്ക് ചെറിയ ലൈസൻസുകൾ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ അമ്മമാരും സഹോദരങ്ങളും നമ്മുടെ സഹോദരങ്ങൾക്ക് കൊടുക്കുന്ന അമ്മമാർ മക്കൾക്ക് കൊടുക്കുന്ന രീതിയിൽ നിർമ്മിച്ചുകൊണ്ട് അവരവരുടെ സൗകര്യത്തിൽ നിന്നുകൊണ്ട് അവരുടെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ചെറിയതായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അതൊരു എക്സ്പോർട്ട് ലെവലിലേക്ക് മാറ്റുവാൻ സാധിക്കും. അതാണ് ഞാൻ ഇന്ന് പറഞ്ഞു വരുന്നത്. അപ്പം ഈ പറഞ്ഞ പാക്കിംഗ് സ്റ്റൈലിലൊക്കെ ഒരു വ്യത്യാസമൊക്കെ വരുത്തി. ഇതാ ഈ ക്യാപ്പുള്ള പൗച്ചാവുമ്പോൾ ഇത് ഉപയോഗശേഷം ആ ക്യാപ്പ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. കൂടാതെ ഇത് എക്സ്പോർട്ട് ലെവലിലേക്ക്, ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരാഴ്ചയായിട്ട് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. സൂക്ഷിച്ചതിൻ്റെ കാരണം നമ്മുടെ എക്സ്പോർട്ടേഴ്സ് ആവശ്യപ്പെട്ടതിന് പ്രകാരമാണ് നമ്മളത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചത്. കാരണം ഒരു കണ്ടെയ്നർ നമ്മൾ ഇവിടുന്ന് ഷിപ്പ് ചെയ്യുമ്പോൾ 45 ദിവസം 48 ദിവസമൊക്കെ കഴിഞ്ഞാണ് നമ്മൾ എത്തിക്കേണ്ട സ്ഥലങ്ങളിൽ ചെല്ലുന്നത്. അപ്പോൾ ഫ്രീസ് ചെയ്ത കണ്ടെയ്നറിലാണ് പോകുന്നത്. അപ്പോൾ നമ്മളെ ഈ പ്രോഡക്റ്റ് അതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും കേട് സംഭവിക്കുമോ, അല്ലെങ്കിൽ ഡാമേജ് സംഭവിക്കുമോ, രുചിയിൽ വ്യത്യാസം വരുമോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രീസറിൽ സൂക്ഷിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ അവരോട് പറയുമ്പോൾ, അതായത് എക്സ്പോർട്ടേഴ്സിന് അവർക്ക് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ, നമ്മുടെ ഈ പറഞ്ഞ ഗ്രേവി ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഗ്രേവി ഉണ്ടാക്കിയിരിക്കുന്ന ആളാണെങ്കിലും നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകളൊക്കെ ആണെങ്കിലും അവർ സാമ്പിൾ അയച്ചു കൊടുക്കാൻ പറയും. ആ സാമ്പിൾ അയച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ പാക്കിംഗ് സ്റ്റൈലിലൊക്കെ വ്യത്യാസം വരുത്തേണ്ടതായിട്ട് വരും. പാക്കിംഗ് സ്റ്റൈലിൽ വ്യത്യാസം വരുത്തേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരാം. ഇത് ആ ഒരു രീതിയിലേക്ക് വരുമ്പോൾ, അതായത് എക്സ്പോർട്ടേഴ്സ് സാമ്പിൾ തരാൻ ആവശ്യപ്പെടുമ്പോൾ അതെങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നതിന് ശേഷമാണ് ഇത് പാക്ക് ചെയ്യിപ്പിച്ച് നമ്മൾ സാമ്പിൾ കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ദൈവം അനുഗ്രഹിച്ച് ഈ സാധനം നമുക്ക് കയറ്റി അയക്കാനായിട്ട് സാധിച്ചാൽ ഇതിൻ്റെ ലാഭവിഹിതവും നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന വ്യക്തികൾക്കും ലഭിക്കും എന്നതാണ് വേറൊരു കാര്യം. അതെങ്ങനെയാണ് നിങ്ങൾക്കും ഈ പറയുന്ന ലാഭവിഹിതം ലഭിക്കുന്നത് എന്നൊരു വീഡിയോ നമ്മൾ അടുത്ത ദിവസം ചെയ്യുന്നുണ്ട്. ഞാൻ പല പ്രാവശ്യം പറയുന്നുണ്ട്, അതിന് കുറച്ച് കാര്യങ്ങളൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഡിലേ ആക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസുകൾ മൊത്തം നിങ്ങൾ കാണുക. പല ആൾക്കാരും ആവശ്യപ്പെടും, നിങ്ങളുടെ നമ്പർ കാണാൻ സാധിക്കുന്നില്ല, നിങ്ങളെന്ന് കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നാണ് പല വീഡിയോസിൻ്റെ അടിയിൽ കമൻറ്റ് വരുന്നത്. അതിൻ്റെ കാരണം നിങ്ങൾ വീഡിയോസ് മൊത്തം കാണുന്നില്ല. എല്ലാ വീഡിയോസിൻ്റെയും ലാസ്റ്റ് എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ എൻ്റർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വിളിക്കാം. ഒരു നമ്പറിൽ കിട്ടിയില്ലെങ്കിൽ അടുത്ത നമ്പറിൽ വിളിക്കാം. അപ്പോൾ ഈ പറയുന്ന ലാഭവിഹിതം നമ്മളിപ്പോൾ ലിസ ആപ്ലിക്കേഷൻ നടത്തുന്ന എല്ലാ ബിസിനസ്സിൻ്റെയും ലാഭവിഹിതം നിങ്ങൾക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ളത് അടുത്ത വീഡിയോസ് നമ്മൾ പറയുന്നുണ്ട്. അത് നിങ്ങൾ ഉറപ്പായിട്ട് കാണുവാൻ ശ്രമിക്കുക. നിങ്ങൾക്കതൊരു സ്ഥിര വരുമാനത്തിലേക്ക് എത്തിക്കുവാനും നിങ്ങൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങുന്ന ഒരു ബിസിനസ്സിനെ എക്സ്പോർട്ട് ചെയ്യാനും ഒക്കെ അത് സഹായിക്കുമെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. മെയിനായിട്ടും നമ്മളൊരു കാര്യം പറയുന്നത്, നിങ്ങളുണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ എത്രയോ ശുദ്ധമാക്കാൻ സാധിക്കുമോ, മായമൊന്നും കലരാതെ എങ്ങനെ ശുദ്ധമാക്കാൻ സാധിക്കുമോ അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ പ്രോഡക്റ്റുകൾക്ക് ഉറപ്പായിട്ടും മാർക്കറ്റ് കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം നല്ല പ്രോഡക്റ്റുകൾക്ക് വില കൂടുതൽ കൊടുക്കണം. ഇന്നിപ്പം ഞാനൊരു പർച്ചേസ് നടത്തിയിട്ടാണ് വരുന്നത്. അപ്പം ഞാനിന്ന് 1 ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങിയപ്പോൾ 240 രൂപയാണ് 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക്. അതേസമയം വേറൊരു ബ്രാൻഡിൻ്റെ വില ചോദിച്ചപ്പോൾ ആ ബ്രാൻഡിന് അതിനേക്കാളും 30 രൂപ കൂടുതലാണ്. എപ്പോഴും നല്ല സാധനങ്ങളാണ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴും നല്ല സാധനങ്ങൾ, ശുദ്ധമായ സാധനങ്ങളാണ് നമ്മൾ കഴിക്കാൻ ആഗ്രഹിക്കുന്നതും കഴിക്കേണ്ടതും. അതുവഴി നമുക്ക് കുറച്ച് രോഗങ്ങളും ഈ പറയുന്ന മാരകമായിട്ടുള്ള പ്രശ്നങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും ഒക്കെ നമുക്ക് ഒഴിവാക്കാം. ഇപ്പം നമുക്ക് 40 രൂപ ലാഭിച്ചാൽ
ആ ലാഭം നമുക്ക് 40,000 രൂപയായിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാവും. അതൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിലൂടെ നമുക്ക് പ്രോഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കാനായിട്ട് ശ്രമിച്ചാൽ അതിനൊരു മാറ്റം ഉണ്ടാവും. അതുമാത്രമല്ല, നിങ്ങളുണ്ടാക്കുന്ന പ്രോഡക്റ്റിൻ്റെ ലാഭവിഹിതം നിങ്ങൾക്ക് കൂടി ലഭിക്കുന്ന രീതിയിലാണ് നമ്മുടെ ഈ സംവിധാനങ്ങൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഗ്രേവി പരിചയപ്പെടുത്താനായിട്ട് വന്നതാണ്. ഈ ഗ്രേവി നിങ്ങൾ ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട്, നിങ്ങളൊന്ന് ട്രൈ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളത് വാങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഈ സാധനം ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഓഫീസ് ജോലിക്ക് പോകുന്നവർക്ക് ഈ പറയുന്ന സാധനം ഉപയോഗിക്കാം. ഇത് ചിക്കൻ, ഫിഷ് ഒക്കെ പുരട്ടി വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ഫ്രൈ ചെയ്യാൻ സാധിക്കും. ഈസി ആയിട്ടും ഫ്രഷ് ആയിട്ടും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. വീണ്ടും ഞാൻ പറയുന്നു, നമ്മുടെ ആപ്ലിക്കേഷനിൽ ഇത് ലഭ്യമാണ്. നിങ്ങൾ വാങ്ങുന്ന ഓരോ പ്രോഡക്റ്റുകളും അത് ഉൽപ്പാദിപ്പിക്കുന്ന ഓരോരുത്തർക്കും അതൊരു വരുമാന മാർഗമായി മാറും. അവരുടെ ജീവിത സാഹചര്യത്തിനനുസരിച്ച് അവരുടെ വീട്ടിൽ നിന്ന് അവർക്കൊരു വരുമാന മാർഗം കണ്ടെത്തി കൊടുക്കാൻ സാധിക്കും എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് നമ്മൾ കാണുക. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കി കളയുന്നുണ്ട്. ആ ഒഴിവാക്കുന്നത് പോലെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാതിരുന്നു കഴിഞ്ഞാൽ അവർക്കും ഒരു ജീവിതമാർഗമാകും. പല ആൾക്കാരും എന്നെ വിളിക്കുന്ന അവരുടെ ജീവിത സാഹചര്യമാണ്, അവരുടെ ആ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമാണ് കൂടുതലും എന്നോട് പറയുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഈ മസാല നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന വഴി നിങ്ങളറിയാത്ത ഒരു രുചി മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുക. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങളറിയാത്ത ഒരു രുചി ഇതിനകത്തുണ്ട്. അത് നിങ്ങൾ പർച്ചേസ് ചെയ്യുക, ട്രൈ ചെയ്യുക. നിങ്ങളറിയാത്ത ഒരു രുചി നിങ്ങൾ മനസ്സിലാക്കുക. ലിസ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ഒരു വരുമാനത്തിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങളിലേക്ക് ചിന്തിക്കുക. ലിസ ആപ്ലിക്കേഷൻ പറയുന്നത് സേവ് എർത്ത് സേവ് ലൈഫ് എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം ഭൂമിയെ രക്ഷിക്കൂ, സ്വയം രക്ഷ നേടൂ. സ്വയം രക്ഷ നേടണമെങ്കിൽ എന്താണ്? നമ്മൾ ശുദ്ധമായ പ്രോഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കാൻ ശീലിക്കണം. ഭൂമിയെ രക്ഷിക്കണമെങ്കിൽ നമ്മൾ ഭൂമിക്ക് ദോഷകരമാകുന്ന പ്രവർത്തികൾ ചെയ്യാതിരിക്കുക. ആ ചെയ്യാതിരിക്കുന്നത് വഴി നിങ്ങൾക്കും ഒരു വരുമാനം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ വാച്ച് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.